بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. مبلغ العلم فيه أنه بشر وأنه غير خاص الله كلهم وكل آي أتى رسل الكرام بها فإنما اتصلت من نوره بهم. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فكيف تدرك في الدنيا حقيقته قوم نياب تسلوا عنه بالهدم. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ മാസം നമ്മുടെ പാറക്കടവിലെ മദ്ഹുർ റസൂൽ പരിപാടിയുടെ രണ്ടാം ദിവസവും സമാപനവുമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫത്തങ്ങളും വില്യാപ്പള്ളി ഉസ്താദും അങ്ങനെ നമ്മുടെ നേതാക്കൾ പലരും നമ്മുടെ വേദിയിൽ ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. തങ്ങളവരുടെ ഭാര്യ ബീവി നേരത്തെ തങ്ങളുടെ കൂടെ അപകടത്തിൽപ്പെട്ടു. വളരെ സീരിയസ് ആയിരുന്നു. അവിടുന്ന് കുറേ ശമനമായി വീട്ടിലൊക്കെ വന്നു. എങ്കിലും ഇപ്പോൾ വീണ്ടും ചെറിയ അസുഖമായി ആശുപത്രിയിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബീവിക്ക് പരിപൂർണമായ ആഫിയത്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടുകൂടെ ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ ഇന്ന് വൈകുന്നേരം വളരെ മാനസികമായി വിഷമത്തിലായിരുന്നു. കുറഞ്ഞ സമയം ഇന്നലെ ഞാൻ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് ദുആ ചെയ്തിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ വാഹനങ്ങളിൽ വന്ന് തിരിച്ചു പോകുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി. ഒരു ചെറിയ കുട്ടി നമ്മുടെ വാഹനത്തിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ അപകടം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ തലശ്ശേരിയിലേക്ക് പുറപ്പെടാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ അബ്ദുൽ ഹമീദ് ഹാജി കാര്യമായ തിരക്കൊന്നുമില്ല, ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇന്നവിടെ
ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടില്ല. അള്ളാഹു ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്കൊന്നും ആ കുട്ടിക്ക് ഒരപകടവും തരാതിരിക്കട്ടെ. പരിപൂർണമായ ആഫിയത്ത് ആ കുട്ടിക്ക് അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഇന്നലെ നാം പ്രകാശനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് മാത്രം സംസാരിച്ച 5 CD ഇന്നലെ ഞാൻ ഓർമ്മിച്ച ഇസ്ലാം, ജിഹാദ്, ഭീകരത എന്ന വിഷയത്തെ സംബന്ധിച്ച് മദ്രാസിൽ വെച്ച് നടത്തിയ പ്രസംഗം, അതുപോലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന സിറാജുൽ ഹുദയുടെ 600ഓളം സ്റ്റാഫുകളെ ഇരുത്തി പ്രസംഗിച്ച മനുഷ്യന്റെ മഹത്വം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഈ സീഡികൾ നിങ്ങൾ കേൾക്കണം എന്നറിയിക്കുന്നു. എല്ലാവരും വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല, വാങ്ങാൻ കഴിയുന്നവർക്ക് വാങ്ങാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുണർത്തുന്നു. വാങ്ങിക്കേട്ടാൽ എപ്പോഴും കേൾക്കാം, മറ്റുള്ളവരെ കേൾപ്പിക്കാം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് നടക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന എത്രയോ സൂറത്തുകൾ ഉണ്ട്, എത്രയോ ആയത്തുകൾ ഉണ്ട്. സൂറത്ത് മുഹമ്മദ് എന്ന പേരിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മാത്രം ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. എന്നാൽ നാം ഇന്നലെ ചർച്ചാ വിഷയമാക്കിയത് ഇന്നോ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ബിസ്മി കഴിഞ്ഞാൽ 3 ആയത്തുകൾ മാത്രം. പക്ഷേ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു, എത്ര വാള്യങ്ങൾ വ്യാഖ്യാനം എഴുതിയാലും തീരാത്ത, എത്ര ദിവസങ്ങൾ മാസങ്ങൾ പ്രസംഗിച്ചാലും അവസാനിക്കാത്ത വിപുലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. നാം ഇന്നലെ സംസാരിച്ചിരുന്നത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന 1ാമത്തെ ആയത്തിനെ സംബന്ധിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, നിശ്ചയമായും നാം അങ്ങേക്ക് തന്നു കഴിഞ്ഞു നബിയെ അൽ കൗസർ, ധാരാളം ഖൈറ്, ധാരാളം നന്മ തന്നു കഴിഞ്ഞു നബിയെ. ഇനി ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് 15ഓളം വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം. അതിൽ 5 തഫ്സീറുകൾ ഇന്നലെ ഞാൻ അല്പം സംസാരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി 10 തഫ്സീറുകൾ വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് പറയാം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഉണ്ടാകുന്ന വേദികളിൽ പിന്നീട് പറയാം. അല്ലാഹു നമുക്ക് ഇൽമു പഠിക്കാനും പറയാനും തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന അൽ കൗസർ കൊണ്ട് ഉദ്ദേശം ഇന്നലെ നാം പറഞ്ഞു, ഒരു തഫ്സീർ ഹദീസിൽ വന്നതുപോലെ കൗസർ എന്ന പേരിൽ സ്വർഗത്തിൽ ഉള്ള ഒരു പ്രത്യേക നദി, ആ നദിയാണ് എന്ന് ഒരു തഫ്സീർ. അൽ കൗസർ എന്ന പേരിൽ ഒരു വലിയ തടാകം ആണ് എന്ന് വേറൊരു തഫ്സീർ. അതൊക്കെ ഹദീസിൽ വന്നത് തന്നെയാണ്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് ആ തടാകം. അപ്പോൾ നദിയിൽ നിന്ന് തടാകത്തിലേക്ക് വെള്ളം ചെന്ന് ആ തടാകത്തിൽ നിന്ന് മുക്കിക്കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയും അല്ലെങ്കിൽ നദിയിലേക്ക് ഈ തടാകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് എന്നുമൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും അൽ കൗസർ എന്ന പേരിൽ ഒരു പ്രത്യേക നദിയുണ്ട്, അൽ കൗസർ എന്ന പേരിൽ പ്രത്യേകം തടാകം ഉണ്ട്. അത് 2 തഫ്സീറാണ്. പിന്നെ നാം ഇന്നലെ വിശദീകരിച്ചു 3 തഫ്സീറുകൾ. അതിൽ ഒരു തഫ്സീറാണ് അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകളാണ്. വിശദമായി നാം പലപ്പോഴും അത് സംസാരിച്ചിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകൾ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഇന്നാക്കൽ കൗസർ എന്ന് പറഞ്ഞതിന്റെ ഒരു സാരം. മറ്റൊരു തഫ്സീർ ഇന്നലെ നാം പറഞ്ഞു, ഹിയ നബുവ്വത്തു അൽ കൗസർ എന്നതുകൊണ്ട് നബുവ്വത്ത് പ്രത്യേകമായും ഉദ്ദേശിക്കപ്പെടും. അല്ലാഹ് അവൻ റബ്ബുൽ ആലമീൻ, അവൻ രാജാവാണ്.
നബുവത്ത് എന്ന് പറയുന്നത് ആ രാജാവാണ് റബ്ബ്. അവന്റെ അടിമകളായ സൃഷ്ടികൾക്ക് ആവശ്യമായ അറിവുകൾ നൽകാൻ പര്യാപ്തമായ മഹാന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകമായ സ്ഥാനമാണ് നബുവത്ത്. ആ നബുവത്തിന്റെ വിഷയത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബുവത്ത് എന്ന് പറയുന്ന സ്ഥാനം ഒരുപാട് നബിമാർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിലും കുന്തു നബിയ്യൻ وآدم لمنجدل في طينته. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണ്. ആ നിലക്ക് ആത്മീയ രംഗത്ത് ആത്മീയ ലോകത്ത് വളരെ നേരത്തെ തന്നെ നബിയായി അവരോധിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി പറയപ്പെടുന്നതും സൃഷ്ടിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അവസാനമായി നിയോഗിക്കപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിലേക്കും ഇൻസിലേക്കും മനുഷ്യ വിഭാഗത്തിലേക്കും ജിന്നുവർഗത്തിലേക്കും എല്ലാം നബിയാണ്. മറ്റുള്ള നബിമാരിൽ നിന്ന് വളരെയേറെ വ്യത്യാസങ്ങൾ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് വന്ന നബിമാർ അവർ കൊണ്ടുവന്ന എല്ലാ ആശയങ്ങളുടെയും പൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുൻകാലത്തുള്ള നിയമങ്ങൾ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അതിന്റെ അവധി കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച ഒരു നിയമത്തിനും പിന്നീട് അവധി കഴിയൽ ഇല്ല, അത് ക്യാൻസൽ ചെയ്യൽ ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു നബിമാരെ അപേക്ഷിച്ചുള്ള ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയുന്നതും അല്ല. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നിങ്ങൾ നോക്കൂ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുൻനിർത്തി അല്ലാഹു തആല വെല്ലുവിളിച്ചതാണ്. അംബിഉനി ബിഅസ്മാഇ ഹൗലാ, മലക്കുകളോട് തന്നെ നിങ്ങൾ ഈ വസ്തുക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. എല്ലാ വസ്തുക്കളെയും ഒരു മലക്കിനും പറയാൻ സാധിച്ചില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എല്ലാവർക്കും അറിയാം. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്തുക്കളുടെ പേരുകൾ വെവ്വേറെ പറഞ്ഞു കൊടുക്കാനാണ് ആദം നബിക്ക് അല്ലാഹു ഇൽമു കൊടുത്തു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെല്ലുവിളി, നബി തങ്ങളെ മുൻനിർത്തിയുള്ള വെല്ലുവിളി, വെവ്വേറെയുള്ള വസ്തുക്കളെ കോർവ ചെയ്ത വാക്കുകൾ, കോർവ ചെയ്ത സൂക്തങ്ങൾ വെച്ചുകൊണ്ട എല്ലാ ഇൻസും ജിന്നും ഒരുമിച്ച് കൂടിയാൽ ഖുൽ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ കോർവ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം പോലെ ഒരു അധ്യായമെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്നുവരെ ആർക്കും അതിനെ നേരിടാൻ കഴിഞ്ഞില്ല. വലിയ വെല്ലുവിളി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വെല്ലുവിളിയേക്കാൾ വലിയ വെല്ലുവിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തി അല്ലാഹു തആല നടത്തി. ഇന്നുവരെയും ആ വെല്ലുവിളി നേരിടാൻ ആർക്കും കഴിഞ്ഞില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിന്റെ മേലെ അവിടുത്തെ വലിയ കപ്പലിലുള്ള ജനങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി സുരക്ഷിതമായി നീങ്ങി. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു
പുഴക്കരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കടൽക്കരയിൽ നിൽക്കുമ്പോൾ, ഇക്രിമത്തുബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു വന്നു. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതുകൊണ്ടാണ് നാം റളിയല്ലാഹു അൻഹു പറയും. ഇക്രിമത്തുബ്നു അബീ ജഹൽ, അബൂജഹൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ദുഷ്കർമ്മിയെ കേട്ടുപരിചയപ്പെട്ടു. അബൂജഹലിന്റെ മകനായ ഇക്രിമത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, لئن كنت صادقا فدع ذلك الحجر الذي هو في الجانب الآخر فليسبح ولا يغرق. ഓ മുഹമ്മദേ, നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ അപ്പുറത്തതാ ഒരു വലിയ പാറക്കല്ല്, ആ പാറക്കല്ലിൽ നിങ്ങളൊന്ന് വിളിച്ച് പറയൂ, ആ പാറക്കല്ല് വെള്ളത്തിന്റെ മേലെ നീന്തിയിട്ട് ഇക്കരെ വരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ടൊന്നിങ്ങനെ അങ്ങ് ചൂണ്ടിയതേ ഉള്ളൂ. അതാ ഫൻഖലൽ ഹജറുൽ ലദീ അസാറ ഇലൈഹി മിൻ മക്കാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടേണ്ട താമസം ആ കല്ല് അവിടെ നിന്നതാ താനേ അങ്ങ് പറഞ്ഞു വന്നു. وصبح حتى صار بين يدي الرسول عليه السلام وسلم عليه وشهد له بالرسالة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് നീന്തി ഇങ്ങോട്ട് വന്നു. നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം ചൊല്ലിയിട്ട് പറയുകയാണ്, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ മകൻ ഇക്രിമത്തിനോട് ചോദിച്ചു, യക്ഫീക ഹാദാ, മതിയോ? അപ്പൊ അയാൾ പറഞ്ഞു, ഹത്താ യർജിഅ ഇലാ മക്കാനിഹി, എന്നാ ഒന്ന് അങ്ങോട്ട് നീങ്ങട്ടെ എന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാറക്കല്ലിനോട് പറഞ്ഞു, നീന്തു അങ്ങോട്ട്. ഫറജഅ ഇലാ മക്കാനിഹി, അതേ പാറക്കല്ല് അതാ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തി അതാ തിരിച്ചങ്ങോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ കപ്പലാണ് വെള്ളത്തിന്റെ മേലെ താഴ്ന്നു പോകാതെ നിന്നതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ വലിയ പാറക്കല്ലാണ് വെള്ളത്തിന്റെ മേലെ നീന്തുന്നു, തിരിച്ചു പോകുന്നു, സലാം പറയുന്നു, ഷഹാദത്ത് ചൊല്ലുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടു. യാതൊരു തെറ്റും ചെയ്തതിന്റെ പേരിലല്ല, ഒരാശയം, സത്യമായ ഒരാശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ. പക്ഷേ പതറിയില്ല, ചിതറിയില്ല, അല്പവും ധൈര്യം കുറഞ്ഞില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്തു. എപ്പോഴും ഒരു മനുഷ്യരും ഉണ്ടാകേണ്ടത് തവക്കുലാണ്. അല്ലാഹുവിൽ എല്ലാം ഏൽപ്പിക്കലാണ്. അല്ലാഹുവിനല്ലാതെ ഒന്നിനും കഴിയില്ലെന്ന് വിശ്വസിച്ചവൻ, അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവരും തടയുന്നവരും ഇല്ലെന്ന് വിശ്വസിച്ചവൻ, അവന് ഒരു പ്രശ്നവും ലോകത്തില്ലല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഒന്നും വേണ്ടതില്ല, നിങ്ങളെ കൊള്ള എനിക്കൊരാവശ്യവും ഇല്ല, എനിക്കെന്റെ റബ്ബ് മതി. സുബ്ഹാനല്ലാഹ്. എന്നാൽ നിങ്ങളെ റബ്ബിനോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ നിങ്ങളുടെ അവസ്ഥ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ അതിനും അപ്പുറത്തുള്ള ഒരു മഖാമിലാണ്, ദർജയിലാണ്.
സാധാരണയായി പല വിഷയത്തിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുള്ള നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ശരീരത്തിന്റെ കാര്യം വന്നപ്പോൾ, ശരീരത്തെ ശത്രുഭാഗം ആക്രമിക്കുന്ന രംഗം വന്നപ്പോൾ, ശത്രുക്കളുടെ ആക്രമണവും ശത്രുക്കളുടെ ചീത്ത പറയലും ശത്രുക്കളുടെ തെറി പറയലും ശത്രുക്കളുടെ കല്ലേറും ശത്രുക്കളുടെ തീവെക്കലും ശത്രുക്കൾ ചെയ്യുന്ന അക്രമങ്ങളും അതെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ കാരണമാകുമെന്നല്ലാതെ, സ്ഥാനം വർദ്ധിക്കാൻ കാരണമാകുമെന്നല്ലാതെ, അതാ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ദീനീ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ലാഭം കൊയ്യാൻ വകുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോ, അതേ ഇൽമുഹു ബിഹാലി യുഗ്നീനി അൻ സുആലി, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, എന്റെ കാര്യം എന്റെ റബ്ബിന് അറിയാമല്ലോ. ആ നിലക്ക് അല്ലാഹുവിൽ ലയിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലിട്ടപ്പോൾ നിങ്ങൾക്കറിയാം, ും എയർ കണ്ടീഷനാണ്, യാതൊന്നും സംഭവിച്ചിട്ടില്ല. സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തങ്ങളുടെ അടുക്കലേക്ക് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് ചട്ടിയിൽ അതാ എണ്ണയോ തിളക്കുന്ന വെള്ളമോ അങ്ങനെയുള്ള വസ്തു അതങ്ങനെ തന്നെ ശരീരത്തിലേക്ക് അങ്ങ് മറിഞ്ഞ് തീയങ്ങ് പൊള്ളിപ്പോയി. ഉമ്മയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മകനിതാ പൊള്ളിക്കരിഞ്ഞു പോയി നബിയേ. അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ആ കരിഞ്ഞ സ്ഥലത്ത് അങ്ങട്ട് തടവുന്നു. അദ്ഹിബിൽ ബൈസ റബ്ബനാസ്, പ്രയാസം നീ അങ്ങ് നീക്കണേ അല്ലാഹ്. കൈകൊണ്ടൊന്നങ്ങ് തടവിയപ്പോൾ പിന്നെ തീപ്പൊള്ളിയത് കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിലും കേട്ടിട്ടില്ലേ നിങ്ങൾ, അബൂ മുസ്ലിമിൽ ഖൗലനി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കാലത്തുള്ള ഒരു വലിയാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, ഞാനാണ് നബി എന്ന് പറഞ്ഞു വന്നവൻ, അവന്റെ കൊട്ടാരത്തിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഉറക്കയെന്ന് പറഞ്ഞപ്പോൾ, ഞാനും നബി തന്നെ മുഹമ്മദും നബി തന്നെ എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനും റസൂലാണെന്ന് നീ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ, ലാ അസ്മഉ, അത് കേൾക്കാൻ എനിക്ക് കാതില്ല, നിന്റെ വാക്ക് ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞപ്പോ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞ് കരിക്കാൻ വിധിക്കപ്പെട്ടു. അബൂ മുസ്ലിമിൽ ഖൗലാനി തങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെട്ട വലിയാണ്. അബൂ മുസ്ലിമിൽ ഖൗലാനി തങ്ങൾ തീയിലേക്ക് അങ്ങ് കടന്നപ്പോ സുബ്ഹാനല്ലാഹ്, രോമം കത്തിയില്ല, കുപ്പായം കരിഞ്ഞില്ല. തീയിന്റെ ഉള്ളിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സന്തോഷത്തോടെ തീക്കുണ്ടാരത്തിൽ ഇറങ്ങി വന്നപ്പോ മദീനയിൽ ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഇരുത്തിയിട്ട് ഖത്താബിന്റെ വകയിൽ ഒരു സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ വഫഖനി ലിഅൻ അറാ
من فعل به كما فعل الخليل ഇബ്രാഹിം നബിയെ ചെയ്യപ്പെട്ടതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന മഹാനായ അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ കാണാൻ എനിക്കല്ല ഭാഗ്യം തന്നല്ലോ. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഅ്ജിസത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ആലിമീങ്ങൾക്ക് ഔലിയാക്കൾക്ക് തന്നെ അല്ലാഹ് കറാമത്തായി നൽകിയിരിക്കുന്നു. ഈ സംഭവം ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, മറ്റുള്ള നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ലേ നിങ്ങൾ? കടലിൽ അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ വടി കൊണ്ട് അതാ ഒന്നും അടിച്ചപ്പോൾ കടല് രണ്ട് ഭാഗത്തായി മല പോലെ മാറി നിന്നു. എന്നാൽ ഭൂമിയിലുള്ള വെള്ളമല്ലേ മാറി നിന്നത്? വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന വസ്തുവല്ലേ? എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഓ മുഹമ്മദേ റസൂലാണെന്നതിന് തെളിവുകളുടെ ചോദിക്കുമ്പോ ഒരു തെളിവിഞ്ഞ് കാണിക്കൂന്ന് പറയുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വടി കൊണ്ട് തൊട്ടിട്ടില്ല, കൈകൊണ്ടത് ഒരൊറ്റ ചൂണ്ടലാണ്. എവിടെ? ചന്ദ്രനിലേക്കാണ് ചൂണ്ടിയത്. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറാഹും മിൻ ശിഖാഖിൽ ഖമരി. ഇമാം ബുഖാരി തന്നെ അധ്യായം കൊടുക്കുന്നു. മുശ്രിക്കീകൾ വന്നിട്ട് കാണിക്കൂറ് തെളിവെന്ന് പറഞ്ഞപ്പോ ഒരൽപ്പവും മടിയില്ലാതെ മഅ്ജിസത്ത് കാണിക്കുകയാണ്. മഅ്ജിസത്ത് കാണിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു എനിക്കതിന് കഴിവ് തരുമെന്ന് അവിടുന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച വിശ്വാസം അത് മാത്രമാണ്. ഇരിക്കട്ടെ, കൈകൊണ്ടങ്ങ് ചൂണ്ടുമ്പോൾ ചന്ദ്രനതാ പിളർന്നു നിൽക്കുന്നു. മൂസാ നബിക്ക് മാറി നിന്നത് പിളർന്നു നിന്നത് വെള്ളമാണെങ്കിൽ, കടലാണെങ്കിൽ ഒരു വലിയ ഗോളമതാ പിളർന്നു നിൽക്കുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അമ്പിയാക്കളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് അനുയായികൾ എന്ന് പറയുന്ന മൂസാ നബിയെ ദാഹിക്കുന്നു, വെള്ളമില്ല, വെള്ളം വേണം. ഖുർആനിൽ അല്ലാഹു തആല ആ ഇസ്തിഗാസയുടെ സംഭവം എടുത്തുദ്ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മൂസാ നബിക്ക് നമ്മൾ വഹി അറിയിച്ചു. മൂസാ നബിയുടെ ജനങ്ങൾ വന്നിട്ട് വെള്ളത്തിന് തേടി മൂസാ നബിയോട്, അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുക, അവരുടെ അനുയായികൾ തേടുക എന്നത് ഖുർആൻ അംഗീകരിച്ചതാണ്. അങ്ങനെ തേടിയാൽ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയുന്നവൻ ഖുർആനിന്റെ വിരോധിയാണ്. അവൻ അല്ലാഹുവിന്റെ ദീന് പഠിക്കാത്തവനാണ്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹ് മാത്രമേ തടയുന്നവനുള്ളൂ. പക്ഷെ അല്ലാഹുവിന്റെ കൊടുതിക്ക് നിമിത്തങ്ങളായി, കാരണങ്ങളായി അല്ലാഹു നിശ്ചയിച്ച അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടുന്നവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറയുന്നവൻ പരിശുദ്ധ ഖുർആനിന്റെ വിരോധിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്, അമ്പിയാക്കൾക്ക് തൗഹീദ് അറിയില്ലെന്ന് പഠിപ്പിക്കുന്നവനാണ്. മൂസാ നബിയോട് വന്ന് വെള്ളത്തിന് തേടിയപ്പോൾ അല്ലാഹു തആല വഹി അറിയിക്കുന്ന മൂസാ നബിയെ അനുനിർദ്ദേശാക്കൽ ഹജറ, നിങ്ങൾ ആ പാറക്കല്ലിന് വടികൊണ്ട് അടി കൊടുക്കൂ മൂസാ നബിയെ. മൂസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുന്നു. പാറക്കല്ലിന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു 12 അരുവികൾ അതാ, 12 ഉറവുകൾ അതാ പാറക്കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. ഓരോരുത്തർക്കും മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിന്
തേടിയവർക്കൊക്കെയും വെള്ളം കൊടുത്തിരിക്കുന്നു. കൊടുക്കുന്ന രാജാവ് അള്ളയാണ്, മൂസാ നബി മുഖേനയാണ്. എന്നാൽ സഹോദരന്മാരെ, വെള്ളം തീരെയില്ലാതെ, അല്പവും വെള്ളമില്ലാതെ ദാഹിച്ച് വിഷമിച്ച്, അതേ ഒളിവ് ചെയ്യാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വന്ന് സങ്കടം പറയുന്നു. ദാഹത്തിന്റെ കാഠിന്യത്താൽ നബിതങ്ങളോട് വേവലാതിപ്പെടുന്നു, നബിതങ്ങളോട് ഇസ്തിഗാസ ചെയ്യുന്നു, നബിതങ്ങളോട് തേടുന്നു. അപ്പൊ എന്താ ചെയ്തത്? ഓ മുസ്ലിമീങ്ങളെ, അതാ പാറയിൽ നിന്ന് പൊട്ടിയൊരിക്കൽ വെള്ളം സാധാരണ നമ്മൾ കാണുന്നതല്ലേ? വെള്ളം പല പാറകളിൽ നിന്നും പൊട്ടിയൊരിക്കൽ ഭൂമിയിൽ നമ്മൾ കാണാറുള്ളതല്ലേ? എന്നാൽ അത് മൂസാ നബി അലൈഹിസ്സലാമിന് അത്ഭുതകരമായ മുഅ്ജിസത്തായി അവിടുന്ന് അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ചതാണ് മുഅ്ജിസത്തെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കയ്യിന്റെ വിരലിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിക്കുക. ഏത് വെള്ളം? ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള വെള്ളം, ഏറ്റവും ശുദ്ധമായ വെള്ളം, ഏറ്റവും ശമനമുള്ള വെള്ളം. സുബ്ഹാനല്ലാഹ്. കയ്യിന്റെ വിരലൊരു ചെറിയ പാത്രത്തിൽ അങ്ങ് വെച്ചു കൊടുത്തപ്പോ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസ്ഹാബിഹി, അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ അതോ ശുദ്ധമായ വെള്ളം പൊട്ടിയൊലിക്കുന്നു. നൂറുകണക്കിന് സഹാബത്ത് കുടിക്കുന്നു, നൂറുകണക്കിന് സഹാബത്ത് കുളിക്കുന്നു, എടുക്കുന്നു. എല്ലാവർക്കും കയ്യിന്റെ വിരലിലൂടെ വെള്ളം തന്നെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിനെ മുഴുവനും മറികടക്കുന്ന മുഅ്ജിസത്ത്. ഇനി നിങ്ങൾ കണ്ടോ സഹോദരന്മാരെ? പറഞ്ഞാലുണ്ടോ തീരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയതാ പാമ്പായിട്ട് രത്നത്ത് വരുന്നു. മുഅ്ജിസത്തായി വടി പാമ്പാകുന്നു. എന്നാൽ അബൂജഹൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കല്ലെടുത്തെറിയാൻ വേണ്ടി കയ്യിൽ നോങ്ങിയപ്പോൾ അതാ കാണുന്നു, കയ്യിന്റെ മേലെ, ചുവരിന്റെ മേലെ രണ്ട് വലിയ സർപ്പങ്ങൾ നിൽക്കുന്നു. അബൂജഹൽ ഓടിയ സ്ഥലത്ത് പുല്ല് മുളച്ചിട്ടില്ല കേട്ടോ. ഇമാം റാസി എടുത്തുദ്ധരിക്കുന്നു. എന്നാൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ദാവൂദ് നബിയുടെ കൂടെ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലിയതാണ് ഈ ഖുർആനിലുണ്ട്. എന്നാൽ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ മാത്രമല്ല, അവിടുത്തെ സഹാബത്തിന്റെ കയ്യിലും കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. അവിടുന്ന് സഹാബത്ത് പറഞ്ഞു, അതിന് മസൂദ് തങ്ങളെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മുഴുവൻ അമ്പിയാക്കളുടെയും മുഅ്ജിസത്തുകളെ മറികടക്കുന്ന മുഅ്ജിസത്തുകൾ നൽകിയത്. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം أني يخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. نبي الله عيسى عليه الصلاة والسلام ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായ ഖുർആൻ പറഞ്ഞു, വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു. അതുപോലെ മരിച്ചുപോയവരെ ഹയാത്താക്കി കാണിക്കുന്നു. അങ്ങനെയുള്ള വലിയ വലിയ മുഅ്ജിസത്തുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകി. എന്നാൽ സഹോദരന്മാരെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാര് സൽക്കാരത്തിന് വിളിച്ചു. എന്നിട്ട് ആട്ടിന്റെ മാംസത്തിൽ നഞ്ഞി ചേർത്ത് കൊണ്ട് കൊടുത്തു.
ആ നഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുള്ള ആട്ടിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊള്ളയിട്ട് കഴിക്കുമ്പോൾ അതാ ആ മാംസത്തിന്റെ കഷ്ണം ജീവൻ വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു, നബിയെ എന്നിൽ വിഷം ചേർത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ പറയൂ, നിങ്ങൾ ഈ മാംസത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? അവര് പറഞ്ഞുണ്ട്, ഉണ്ട്. എന്നിൽ ചേർത്തു. നിങ്ങൾ നബിയാണോ എന്ന് പരിശോധിക്കാൻ ചേർത്തതാണ്. നബിയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റൂലല്ലോ, അല്ലെങ്കിൽ ഇതോടുകൂടെ വിഷയം തീരട്ടേന്ന് മനസ്സിലാക്കിയ അതവരെ തട്ടിപ്പിന്റെ മറുപടിയാണ്. എന്നുവാകട്ടെ ആട്ടിന്റെ കഷ്ണം സംസാരിക്കുന്നു. കണ്ടോ, ഒരു മരിച്ച മയ്യത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയി. മയ്യത്തൊക്കെ മറമാടി വരുമ്പോ മരിച്ചുപോയ ആളുടെ ഭാര്യ ഒരാളെ പറഞ്ഞയച്ചിരിക്കും. നബിയെ വീട്ടിൽ ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, മരിച്ച വീട്ടിൽ, അത് വന്ന് കഴിക്കണം, സ്വഹാബത്തും വരണം. മരിച്ച അന്ന് തന്നെ മരിച്ച വീട്ടിൽ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു. ചില അന്ധവിശ്വാസികളുണ്ട്, പഴയ കാലത്തും പുതിയ കാലത്തും കണ്ട് ജനിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ചില ആളുകൾ, പെറ്റെടുത്തുനിന്ന് തിന്നൂല, അങ്ങനെ പറയുന്ന അന്ധവിശ്വാസികളുണ്ട്. ചിലർ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, അതിനേക്കാൾ വലിയ അന്ധവിശ്വാസികൾ. ഇസ്ലാമിൽ അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല. മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. സുന്നത്താണ്, മയ്യത്തിന് ഫലം കിട്ടുന്നതാണ്. ഭക്ഷണമാകുമ്പോൾ അത് ഏറ്റവും ബഹുമാനമുള്ള സദഖയാണ്. വെള്ളവും ഭക്ഷണവും കൊടുക്കൽ, മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ചെയ്തതാണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ മരിച്ചത് മുതൽക്ക് സ്വഹാബത്ത് ഭക്ഷണം കൊടുത്തു വന്നിട്ടുണ്ട്. അത് മക്കയിലും മദീനയിലും 1000ഓളം കൊല്ലമായി തുടരുന്നുണ്ട് എന്ന് ഇമാം സൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ലെന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാമിനും തർക്കമില്ലാത്ത സുന്നത്താണ് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുക എന്നത്. എന്നാൽ മുസ്ലിമീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിച്ച വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിനു വേണ്ടി സ്ത്രീ ആളെ പറഞ്ഞേച്ച് വിളിച്ചപ്പോൾ, ഭർത്താവ് മരിച്ച സ്ത്രീ ആളെ പറഞ്ഞേച്ച് വിളിച്ചപ്പോൾ, വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു ഭർത്താവ് മരിച്ച ഭാര്യക്കാണ് ഏറ്റവും വലിയ ദുഃഖവും വേദനയും വിഷമവും ഉണ്ടാവുക. കാരണം ബാപ്പ മരിച്ചാലും എന്നെ സംരക്ഷിക്കാൻ ഭർത്താവുണ്ടെന്നൊരു തണലും ആ പെണ്ണിനുണ്ടാകും. നേരെ മറിച്ചൊരു ഭർത്താവ് പോയാൽ ഇനി പഠിച്ചവര് ആരാണ് എനിക്ക് തണല് എന്ന ചിന്ത ഒരു സ്ത്രീക്ക് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് പോകേണ്ട സ്ത്രീയുടെ മനോവേദന ചെറുതായിരിക്കില്ല. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സ്നേഹബന്ധമാണ്. അതുകൊണ്ടാണ് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഃഖാചരണം ഇസ്ലാമിൽ പാടില്ലെന്നാണ് നിയമമെങ്കിലും ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസവും 10 ദിവസവും ദുഃഖാചരണം നടത്തണം എന്നാണ്. ആ ദുഃഖാചരണമാണ് 4 മാസവും 10 ദിവസവും ഇരിക്കുന്ന ഇദ്ദ. ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ മതി. അല്ലെങ്കിൽ അവൾക്ക് 4 മാസവും 10 ദിവസവും ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അതാ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കി, സ്വർണം ഒഴിവാക്കി, ചെയിൻ ഒഴിവാക്കി, അലിക്കത്ത് ഒഴിവാക്കി, വള ഒഴിവാക്കി, അതുപോലെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി, വെള്ളക്കുപ്പായവും വെള്ളത്തുണിയും ഉടുത്തി എവിടെയും പോകാതെ ഭർത്താവ് എവിടെയാണോ ഇരുത്തിയത്, മരിക്കുന്ന സമയത്ത് ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെ താമസത്തിന് വിഷമമില്ലെങ്കിൽ അവിടെ തന്നെ താമസിച്ച് എവിടെയും പോകാതെ ഭർത്താവ് മരിച്ചതിൽ 4 മാസവും 10 ദിവസവും ആ ഭർത്താവിനോടുള്ള സ്നേഹാദരവിനാൽ ദുഃഖത്തിന്റെ വിഷമം, ആ വിഷമം പ്രകടിപ്പിക്കുന്ന 4 മാസവും 10 ദിവസവും ഒരു ഭാര്യക്കുണ്ട്. വേറെ ആർക്കും ദുഃഖാചരണത്തിന് വകുപ്പ് ഇസ്ലാമിൽ ഇല്ല. എന്റെ സഹോദരിമാര്
മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചാൽ, അല്ലാതെ മരിച്ചാൽ, ഭർത്താവ് മരിച്ചപ്പോൾ അരിക്കത്തഴിക്കണം, അതേ വളവൂരണം, അതുപോലെ തന്നെ പൊന്നൂരി വെക്കണം, നിന്റെ കളറുള്ള വസ്ത്രം മാറ്റിവെക്കണം എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിന് വൈമനസ്യം കാണിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണല്ല, ഭർത്താവ് മരിച്ചതിൽ വേദനയുള്ള പെണ്ണല്ല. ഭർത്താവിന് മരിച്ചതിൽ വേദനയുള്ള പെണ്ണാണോ അവൾ ഉടനെ തന്നെ അതിന് തയ്യാറാകണം. അവിടെ ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്, ഇസ്ലാമാണ് നമുക്കുണ്ടാകേണ്ടത്. പരിഷ്കാരത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഇദ്ദ എന്ന് ചിന്തിക്കുന്ന പരിഷ്കാരത്തിന്റെ യുവാക്കളും പരിഷ്കാരത്തിന്റെ സ്ത്രീകളും ഉണ്ടിപ്പോൾ പലരും ടെലിഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അലിക്കത്ത് മുറിക്കണോ, അതേ വളവൂരണോ, അല്ല കുപ്പായം മാറ്റണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇറങ്ങിയെന്ന് നടന്നാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം പണ്ട് കാലത്ത് കേട്ടിട്ടില്ല. നമ്മളെ മുൻഗാമികളായ ആളുകൾ അതിന് മടി കാണിച്ചിട്ടില്ല. ഇപ്പോൾ പരിഷ്കാരത്തിന്റെ പേരിൽ ഇരിക്കാൻ മടിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിലും ഭർത്താവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ആ തീരുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അംഗീകരിക്കുകയും ഭർത്താവിനോടുള്ള സ്നേഹം ആ 4 മാസവും 10 ദിവസവും പൂർണ്ണമായി ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രകടിപ്പിക്കുകയും വേണം കേട്ടോ. നേരെ മറിച്ച് ഭർത്താവ് മരിച്ചാൽ നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ നിങ്ങളതാ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ മയ്യത്തിന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവിന് മയ്യത്ത് നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാനുള്ള കൽപ്പനയും മയ്യത്തിന്റെ കൂടെ പോകാനുള്ള കൽപ്പനയും കുളിപ്പിക്കാനുള്ള കൽപ്പനയൊക്കെ പുരുഷന്മാരോടാണ്. സ്ത്രീകളോട് അങ്ങനെ ഒരു കൽപ്പനയില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷൻ നിസ്കരിക്കുമ്പോൾ അവന്റെ പിന്നിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചാൽ അതൊരു കുറ്റമല്ല, തെറ്റല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാര് മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിക്കുക എന്നതിന്റെ പ്രസക്തി അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണെന്ന് ഓർമ്മിക്കണം. പരിഷ്കാരത്തിന്റെ പേരിൽ ആ പെണ്ണിനെയും പുരുഷന്മാരെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്നു, ഭർത്താവ് മരിച്ച പെണ്ണിനെയും കൊണ്ടുവന്ന് അന്യാണുങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നു മയ്യത്ത് നിസ്കരിപ്പിക്കാൻ തിരക്ക് കൂട്ടുന്ന ചില വിവരം കെട്ടവരുണ്ട്. അതിന് പകരം ആ പെണ്ണിനെ ഒരാളും കാണാതെ ഇരുത്തുകയാണ് ആ വീട്ടിൽ. അവൾക്ക് അതാ ദുഃഖവിതരണമായി 4 മാസം അവിടെ തന്നെ ഇരുത്താനാണ് ശ്രമിക്കേണ്ടതെന്നും ആഭരണങ്ങൾ കൈയൊഴിക്കുകയാണ് വേണ്ടതെന്നുമുള്ള ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. പുരുഷന്മാർ നിസ്കരിക്കാതെ സ്ത്രീകൾ അതാ ആദ്യം തന്നെ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സഹീഹേ അല്ല, നിസ്കാരം ശരിയും അല്ല, അത് ബാത്തിലുമാണെന്ന് പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ അന്യപുരുഷന്മാർ കാണാതെ തൊടാതെ ഏതെങ്കിലും സ്ത്രീ ആങ്ങളയുടെ പിന്നിലോ ബാപ്പന്റെ പിന്നിലോ ഭർത്താവിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും മരിച്ചാണെങ്കിൽ ഭർത്താവിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ തെറ്റൊന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദയിരിക്കുക എന്നത് മാത്രമാണ് ആചരണമായി ഉള്ളത്. ഭർത്താവ് മരിച്ചാൽ ഇദ്ദയിരിക്കുക. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിച്ച വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു ഒരു സ്ത്രീ. വളരെ ദുഃഖമുള്ള സമയത്താണെങ്കിലും ആട്ടിനവർക്ക് മാംസം പാകം ചെയ്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു ഭക്ഷണം കഴിക്കാനിരുന്നു. ഒരു മാംസത്തിന്റെ കഷ്ണം എടുത്തു, എന്നിട്ട് അവിടുത്തെ തൊള്ളയിൽ വെച്ചു. നബിയുടെ തൊള്ളയിൽ വെച്ച് ആ മാംസത്തിന്റെ കഷ്ണം ചവക്കുന്നത് ഞങ്ങളിങ്ങനെ നോക്കുകയാണ് സഹാബത്ത് പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഉടമസ്ഥന്റെ സമ്മതമില്ലാത്ത ആട്, ഉടമസ്ഥന്റെ സമ്മതമില്ലാത്ത ആട്. അപ്പൊ സ്ത്രീയോട് ചോദിച്ചു, എന്തേ? സ്ത്രീ ഉള്ളിൽ എന്ന് പറഞ്ഞു, നബിയെ ശരിയാണ്, ഭർത്താവ് മരിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ അർസൽത്തു ഇലൻ നഖീ, ചന്തയിലേക്ക് ആളെ പറഞ്ഞു ആട്ടിനെ വാങ്ങാൻ. അപ്പോ അവിടെ ചന്തയിൽ ഒരൊറ്റ ആടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ആട്ടിനെ അയൽവാസി കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ ആളെ അയച്ചു. ഫലം യൂതതു, ആ പുറക്കാരൻ അവിടെ ഇല്ല, വീട്ടുകാരൻ അവിടെ ഇല്ല.
ഞാൻ ആ വീട്ടുകാരന്റെ ഭാര്യയുടെ സമീപത്ത് ആൾ പറഞ്ഞയച്ചു. ആ ആട്ടിനൊന്നും നിങ്ങൾ കൊടുത്തേക്കോന്ന് ചോദിച്ചിട്ട് പിയാപ്പിള വന്നാൽ ചിലപ്പോൾ പണ്ട് കാലത്ത് കോഴീനൊക്കെ പിടിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെ കോഴീനെ കൊണ്ടുവരാൻ വീടുകളിൽ കോഴിയില്ല. ഇപ്പൊ മനുഷ്യന്മാരെ കോഴിയാക്കുന്ന കോഴിയാ. അങ്ങനെ അവൾ ആട്ടിനെ കൊടുത്തയച്ചു. അങ്ങനെയാണ് ഈ മാംസം പകഞ്ഞ് യഥാർത്ഥ ഉടമസ്ഥനോട് നേർക്കുനേരെ സമ്മതമാകില്ല, ഭാര്യ കൊടുത്തയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഭക്ഷിപ്പിക്കുക, ഞാൻ അത് കഴിക്കുന്നില്ല. എന്താ കാരണം? ശരിയായ ഉടമസ്ഥന്റെ സമ്മതമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ തിന്നാൻ പറ്റുന്ന ആളല്ല. ശരിക്കും 100% ക്ലിയർ ഉള്ളതേ എനിക്ക് കഴിക്കാൻ പറ്റും. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ ഒരു പാഠമായി രേഖപ്പെടുത്തുന്നു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, മരിച്ച വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുകയും കൊടുക്കുകയും തിന്നുകയും ചെയ്യുന്നത് നല്ലതാണെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഅ്ജിസത്ത് മരിച്ച മയ്യിത്ത് ജീവൻ വെച്ചു എന്നാണെങ്കിൽ മാംസ കഷ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഅ്ജിസത്തുകളെ മറികടക്കുന്ന മഅ്ജിസത്ത്. സുബ്ഹാനല്ലാഹ്. മുആദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു വരും, എന്റെ ഭാര്യ വരുന്നു. വെള്ളപ്പാണ്ടാണ്, ശരീരത്തിൽ വെള്ളപ്പാണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ ശരീരം വെള്ളപ്പാണ്ടാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരക്കഷ്ണം ഇങ്ങോട്ടെടുത്തു, ഒരു കൊള്ളിക്കഷ്ണം ഇങ്ങെടുത്തു. ആ കൊള്ളിക്കഷ്ണം കൊണ്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെയൊന്നങ്ങ് തടകി, കൈകൊണ്ടല്ല മരക്കഷ്ണം കൊണ്ടൊന്നങ്ങ് തടകി. സുബ്ഹാനല്ലാഹ്. കഴുകി അതാ തടകിത്തീരുന്നതോട് ആ പെണ്ണിന്റെ വെള്ളപ്പാണ്ട് രോഗം അങ്ങനെ തന്നെ അങ്ങ് മാറിപ്പോയി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് രോഗം ഞാൻ സുഖപ്പെടുത്തും അല്ലാഹുവിന്റെ അനുമതിയോട് എന്ന് പറഞ്ഞെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വെള്ളപ്പാണ്ട് രോഗം മാറ്റിയിട്ടങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, എല്ലാ നബിമാരുടെ മഅ്ജിസത്തും വകുല്ലു അയിന്നത റസൂലുൽകി റാമു ബിഹാ ഫഇന്നമ തസലതി മിൻ നൂരിഹി ബിഹിമി. എല്ലാ മഅ്ജിസത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ലഭിച്ച മഅ്ജിസത്തുകൾ തന്നെ ഇരിക്കട്ടെ. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞാലുണ്ടോ തീരുന്നു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചത് ഞാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എത്രയെത്ര വിഷയങ്ങളാ പറഞ്ഞത്. മനസ്സിലുള്ള വിചാരം വരെ അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ മനസ്സിലുള്ള വികാരങ്ങൾ എനിക്കറിയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്തിനധികം പറയണം, അവിടുത്തെ സന്താന പരമ്പരകളിൽപ്പെട്ട ഗൗസുൽ ആസം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ്, വലിയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബേകമെന്നോവറി. ചരിത്രം നിഷേധിക്കാൻ കഴിയോ? ഇബ്നുൽ റഹിമഹുല്ല പറഞ്ഞില്ലേ, ഒരു സംശയവുമായി ഞാൻ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക് അങ്ങ് ചെന്നതാണ്. സംശയം സുന്നത്ത് ജമാഅത്താണോ ശരിയെന്ന സംശയമാണ്. ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് കയറി ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു, ഇഅ്തിഖാദു സലഫി വസ്സഹാബ, നമ്മളെ വിശ്വാസം മുൻഗാമികളും സഹാബത്തും പഠിപ്പിച്ച വിശ്വാസമാണ്. പുത്തനാശയം നമുക്കില്ല കേട്ടോ.
ഞാനുടനെ തന്നെ ചിന്തിച്ചു, അത് എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞിട്ടാണ് പറഞ്ഞതെന്നതിനെന്താണ് തെളിവ്? അത് വഅദിന്റെ ഇടയ്ക്ക് പറഞ്ഞതായിരിക്കും. അപ്പോൾ പിന്നെ എന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നു വീണ്ടും സലഫി വസ്സഹാബ. ഞാൻ മനസ്സിലാക്കി വഅദ് പറയുന്ന വ്യക്തി പലരുടെ മുഖത്തും നോക്കും. ഒന്നെന്റെ മുഖത്തായി പോയതാണെങ്കിലോ അപ്പോഴാണ് പിന്നെ എന്നെ സദസ്സെന്നൊരൊറ്റ വിളിയാണ്, യാ അബൂബക്കർ, ഓ അബൂബക്കർ ഇബ്നുൽ ഇമാദ്, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സഹാബ. മുൻഗാമികളെ വിശ്വാസമാണ്, സലഫ് സാലിഹീങ്ങളെ വിശ്വാസമാണ്, സഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. പുത്തനാശയം നമുക്കില്ല കേട്ടോ. എന്റെ പേര് വിളിച്ചിട്ടാ എന്റെ സംശയത്തിന്റെ മറുപടി പറയുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, കൊമ്പേനേറ്റ് നിൽക്കണോ അബൂബക്കറേ, ഇദ്ഹബീലാ ബൈത്തിക, നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. നിന്റെ ബാപ്പ വിദേശത്ത് പോയിരിക്കുകയായിരുന്നില്ലേ, ബാപ്പ വന്നിപ്പോ വീട്ടിൽ കയറിയിട്ടുണ്ട്, ചെന്ന് നോക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ? സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കുമ്പോ ബാപ്പ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഈ നിലക്കുള്ള ശിഷ്യഗണങ്ങളെയും സന്താന പരമ്പരകളെയും ലോകത്ത് സമ്മാനിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ മഅ്ജിസത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മഅ്ജിസത്തിനെ മറികടക്കുന്നതാണെന്ന് പറയേണ്ടതുണ്ട്. ഓ സഹോദരന്മാരെ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് സൂര്യനെ അല്ലാഹു തആല തിരിച്ചു കൊടുത്തതായി പറഞ്ഞില്ലേ? എന്നാൽ അതേ സംഭവം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അലി റളിയല്ലാഹു അൻഹു മടിയിൽ കിടന്ന ദിവസം അതേ സംഭവിച്ചത് പണ്ഡിതന്മാർ ഇമാം റാസി രേഖപ്പെടുത്തുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പക്ഷികൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നബിതങ്ങളോട് എത്ര പക്ഷികളാണ് അതിന്റെ കുട്ടിയുടെ കാര്യത്തിൽ സംസാരിച്ച പക്ഷികൾ, അതുപോലെ ചെന്നമയെ സംസാരിച്ച സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അതേ ഒരു ദിവസത്തെ വൈദൂരം വളരെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്ന കാറ്റുണ്ടായിരുന്നുവെങ്കിൽ അറിയില്ലേ നിങ്ങൾക്ക്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ തജ്മീന മൗലമി. ചൊല്ലു മദീനയിലേക്കൊരു സ്വലാത്ത്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മിനിറ്റുകൾക്കകം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തി പോയി. പിന്നെയോ പിന്നീട് അതാ ഭൂമിയിൽ നിന്നങ്ങ് കയറിയിട്ട് 7 ആകാശവും അതിനപ്പുറവും. സുബ്ഹാനല്ലാഹ്, വലഖദ് റഅഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى. സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിനടുക്കലും അതിനപ്പുറവും അപ്പുറവും സർവാകാശങ്ങളും പോയി ചുരുങ്ങിയ സമയം കൊണ്ട് അവിടുന്ന് തിരിച്ചു വന്നില്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുഴുവൻ മഅ്ജിസത്തുകളെയും അവിടുന്ന് മറികടന്നില്ലേ? ഓ സഹോദരന്മാരെ, പറഞ്ഞാലുണ്ടോ തീരുന്നു? അവിടുത്തോട് ഒട്ടകം അവിടുത്തെ മുന്നിൽ വന്ന് തല വിളിച്ചില്ലേ? അതേ, അവിടുത്തെ മുന്നിൽ വന്ന് മാനകൾ സംസാരിച്ചില്ലേ? ജീവജാലങ്ങൾ പലതും സംസാരിച്ചില്ലേ? എന്നാൽ മരക്കഷ്ണവും അവിടുത്തെ മുന്നിലേക്ക് വന്ന് താഴ്മ പ്രകടിപ്പിച്ചില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മരങ്ങൾ നടന്നു വന്നില്ലേ? പറഞ്ഞാലുണ്ടോ തീരുന്നു അവിടുത്തെ ബഹുമാനം, പറഞ്ഞാലുണ്ടോ തീരുന്നു അവിടുത്തെ മഅ്ജിസത്ത്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും തീർക്കാൻ കഴിയുന്നു? യഅ്ല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 3 കാര്യം ഞാൻ നബിതങ്ങളിൽ കണ്ടു, വല്ലാത്ത സംഭവങ്ങൾ തന്നെ. ഞങ്ങളിങ്ങനെ വളരെ അതാ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഒട്ടകം, അതിന്റെ മേലെ വസ്തുക്കൾ ചുമന്നിങ്ങനെ കൊണ്ടുപോകുന്ന ഒട്ടകം, അത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഒരു ചെറിയ മുറുക്കം, ഒരു ചെറിയ നരങ്ങൾ, ഒരു ചെറിയ വാക്കുകൾ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. ആ ഒട്ടകത്തിന്റെ ശബ്ദമൊന്ന് കേട്ടു. ഉടനെ ചോദിച്ചു, ഒട്ടകത്തിന്റെ ഉടമ എവിടെ? തന്നെ വന്നു. വിൽക്കുമോ നീ ആ ഒട്ടകം എനിക്ക്? ഇല്ല നബിയെ, തങ്ങൾക്ക് വിലക്ക് തരൂല, വെറുതെ തരാം. പക്ഷേ നബിയെ, മഈസത്ത് കഴിയാൻ വേറെ വകുപ്പില്ലാത്ത ഒരു കുടുംബത്തിൻ്റെതാണത്. മഈസത്ത് കഴിയാൻ വേറെ വകുപ്പില്ല. ഈ ഒട്ടകം ജോലിയെടുത്തിട്ടാണ് നിങ്ങളെ മഈസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, നിങ്ങൾ വല്ലാതെ ജോലി കൊടുക്കുന്നു, അതിന് താങ്ങാൻ കഴിയാത്ത ജോലി, വേണ്ടതും കൊടുക്കുന്നില്ലെന്ന് ആ ഒട്ടകം എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നു. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഒട്ടകം എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒട്ടകത്തോട് നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് അവിടെ കിടന്നു അല്പം വിശ്രമിക്കാൻ. അപ്പോഴതാ ഫജാഅത് ശജറത്തുൻ തസ്ഖുൽ അർള ഹത്താ വസിയതുഹു. മിസ്കാത്തിൽ ഹദീസാണ്, ഒരു മരമതാ നടന്നിങ്ങനെ വരുന്നു. വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് തണലിടാൻ വേണ്ടി അവിടുത്തെ സമീപത്ത് വന്നങ്ങ് നിന്നു. സുമ്മ റജഅത് ഇലാ മകാനിഹാ, പിന്നെ ആ മരം അവിടുന്ന് തിരിച്ചുപോയി. فلما استيقظ رسول الله صلى الله عليه وسلم ذكرت له, അല്ലാഹുവിന്റെ റസൂൽ ഉണർന്നപ്പോൾ ഞാൻ നബി തങ്ങളോട് ഈ വിഷയം അതാ ഉണർത്തി. അപ്പോഴത് അവിടുന്ന് പറഞ്ഞു, ഹിയ ശജറത്തുൻ ഇസ്തഗ്നത് റബ്ബഹാ ഫീ അൻ തുസല്ലിമ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅദിന ലഹാ. അത് അല്ലാഹുവിനോട് അവന്റെ റസൂലിന് സലാം പറയാൻ സമ്മതം ചോദിച്ച മരമാണ് ഈ യഅ്ല ഇബ്നു മുർറ. അതെന്റെ സമീപത്ത് വന്ന് തണലിട്ട് സലാം പറഞ്ഞ് തിരിച്ചുപോയി. പിന്നെയും കുറച്ചുകൂടി ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോഴതാ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ഒരു കുട്ടിയെയും കൊണ്ടാണ് വന്നത്. കുട്ടിക്ക് ഒരു മാനസിക രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ കുട്ടിയുടെ മൂക്കിനെടുക്കൽ ഇങ്ങോട്ട് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരൊറ്റ വാക്ക്, ഉഖ്റുജ് ഫൈനി മുഹമ്മദുർ റസൂലുള്ളാഹി, ഇറങ്ങടാ, ഫൈനി മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദാണ്, ഇറങ്ങടാ. ഞാനതിങ്ങനെ നോക്കി നിന്നു. ആ കുട്ടിയെയും കൊണ്ട് ആ ഉമ്മ തിരിച്ചുപോയി. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അമ്പിയാക്കളെയും മറികടക്കുന്ന എല്ലാ മുഅ്ജിസത്തുകളും അവിടുത്തേക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നു. അങ്ങനെ അവിടുത്തേക്ക് നബുവത്ത് കൊടുത്തു എന്നത് അത് പ്രത്യേകം പറയേണ്ട സംഗതിയാണ്. അതുകൊണ്ട് കൗസർ എന്ന് പറഞ്ഞാൽ കൗസറിന് പ്രത്യേകം ഒരു തഫ്സീർ തന്നെ. നബുവത്ത് അങ്ങേക്ക് തന്നു എന്ന ഖൈറുൻ കസീർ.